ജി സുധാകരന് നൽകുന്ന പിന്തുണയെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. കെപിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ജോബ് കോൺഗ്രസ് പാർട്ടി വിട്ടു. മുതിർന്ന നേതാവ് എ ഷുക്കൂർ അടക്കമുള്ള നേതാക്കൾക്കും പ്രതിഷേധം. വലിയ സിദ്ധാന്തം പറഞ്ഞ ജി സുധാകരൻ നാണം കെട്ട് കോൺഗ്രസ് ക്യാമ്പിൽ അഭയം തേടിയെന്നും വിമർശനം. ശ്രദ്ധാകേന്ദ്രമായി അമ്പലപ്പുഴ നിയോജക മണ്ഡലം. CPM ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള UDF നീക്കത്തിനെതിരെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളും ആദ്യം പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച കോൺഗ്രസ് നേതാവ് M. ലിജു ഇത്തവണയും സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. എന്നാൽ ആ തീരുമാനങ്ങളെല്ലാം മാറ്റിവെച്ചാണ് UDF സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ UDF നേതൃത്വം എത്തിയിരിക്കുന്നത്. നേതാക്കൾ കൈക്കൊണ്ട ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും പങ്കുവെക്കുന്നത്. കെപിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ജോബ് നേതൃത്വ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച് സ്ഥാനം രാജിവെക്കുകയും പാർട്ടി വിടുകയും ചെയ്തു. മാന്യതയും മര്യാദയുമില്ലാത്ത പ്രവർത്തനമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നതെന്നാണ് ജോബ് പൊട്ടിത്തെറിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കെപിസിസി ഭാരവാഹികളുമായോ DCC നേതാക്കളുമായോ സുധാകരനെ പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അതിൽ പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്നുമാണ് ജോബിന്റെ പ്രതികരണം. ജോബിന് പുറമെ എ ഷുക്കൂറിനെ പോലെയുള്ള ആലപ്പുഴയിലെ മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ്. CPM ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച പത്രസമ്മേളനത്തിൽ താനാരുടെയും പിന്തുണ തേടാതെ സ്വതന്ത്രനായി നിൽക്കുമെന്നായിരുന്നു സുധാകരന്റെ അവകാശവാദം. കൂടാതെ പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായാൽ തനിക്ക് സന്തോഷമാണെന്നും സുധാകരൻ തുറന്നടിച്ചിരുന്നു. ആ വിധം സമീപനം കൈക്കൊള്ളുകയും UDFന്റെ പിന്തുണ അഭ്യർത്ഥിക്കുകയോ ചെയ്യാത്ത സുധാകരനെ എന്തിന് പിന്തുണയ്ക്കണമെന്ന മറുചോദ്യമാണ് UDF അണികൾ നേതൃത്വത്തോട് ഉയർത്തുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുകയും വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്ത നേതാവിനെ പെട്ടെന്ന് അംഗീകരിക്കാനുള്ള നിർദ്ദേശം ഉൾക്കൊള്ളാൻ പല UDF പ്രവർത്തകർക്കും കഴിയുന്നില്ല. മാത്രമല്ല സുധാകരന്റെ ധാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തന ശൈലിയോട് പൊരുത്തപ്പെട്ടു പോകാനും അവരിൽ പലർക്കും കഴിയുന്നുമില്ല. ഈ വിധം പ്രതിസന്ധികൾ സുധാകരനോടൊപ്പം നിൽക്കുന്നവർക്കുമുണ്ട്. ശത്രുപക്ഷത്ത് നിന്ന് കോൺഗ്രസിനെ പെട്ടെന്ന് മിത്രമായി ഉൾക്കൊള്ളാൻ അവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. CPM ബന്ധം ഉപേക്ഷിച്ച വേളയിൽ തന്നോടൊപ്പം ധാരാളം പ്രവർത്തകർ ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു സുധാകരൻ. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല വമ്പൻ പ്രതിഷേധ റാലി നടത്തി CPM സുധാകരനെ മറുപടി നൽകുകയും ചെയ്തു. ഇതോടെയാണ് UDFന്റെ പിന്തുണയില്ലാതെ മത്സരിച്ചാൽ വലിയ തിരിച്ചടിയാകുമെന്ന് സുധാകരൻ മനസ്സിലാക്കിയത്. തന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തിന് കാരണക്കാരായ കോൺഗ്രസ് പാർട്ടിയുമായി ഐക്യത്തിലെത്തുന്നത് സുധാകരന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. കോൺഗ്രസും ജി സുധാകരനും കൈകൾ കോർക്കുന്നത് ഇടതുപക്ഷം ഇതിനോടകം ആയുധമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അധികാരമെന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് സുധാകരൻ പ്രവർത്തിക്കുന്നതെന്നും ഈ ഒറ്റുകാരനെ തിരിച്ചറിയണമെന്ന വിധത്തിലാണ് അമ്പലപ്പുഴയിൽ ഇടത് കേന്ദ്രങ്ങൾ വ്യാപക പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ H. സലാം അമ്പലപ്പുഴയിൽ നിന്ന് 11,126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. സുധാകരന്റെ പ്രവർത്തന ശൈലികളെ വിമർശിച്ചിരുന്ന സലാമിനെ സുധാകരൻ കാലുവാരിയതിനാലാണ് ഭൂരിപക്ഷം കുറഞ്ഞതെന്ന ആരോപണം അന്ന് ശക്തമായി ഉയർന്നിരുന്നു. അതേ H. സലാം തന്നെയാണ് ഇത്തവണയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന സവിശേഷത കൂടി ഇവിടെയുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ പ്രവർത്തനങ്ങൾ സുധാകരൻ തിരക്കിട്ട് നടത്തിവരികയാണ്. അതിന്റെ ആദ്യഘട്ടമായി വെള്ളാപ്പള്ളി നടേശനുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തി പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്തപടിയായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനും പിന്തുണ ഉറപ്പിക്കാനുമാണ് സുധാകരന്റെ അടുത്ത നീക്കം. ഫലത്തിൽ സ്വതന്ത്ര പരിവേഷമുള്ള UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുകയാണ് ജി സുധാകരൻ. ഇന്നലെ വരെ പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം ഒരു പിടി വോട്ടിനായി തള്ളിപ്പറയാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നു. അതേസമയം ഒരു വിഭാഗം UDF പ്രവർത്തകർക്കുള്ളിലാകട്ടെ സുധാകരനെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. മുൻ CPM നേതാവ് ജി സുധാകരനെ ഏതുവിധേനയും വിജയിപ്പിക്കാൻ UDFും തിരിച്ചടി നൽകാൻ LDFും തയ്യാറെടുക്കുന്നതോടെ സമാനതകളില്ലാത്ത പോരാട്ടവേദിയായി അമ്പലപ്പുഴ ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.